വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 2 days ഗ്യാപ്പ് ഇട്ടാണ് കേട്ടോ ഈ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 സ്കിൻ കെയർ പാക്കാണ് ഞാൻ ഇതിനകത്തൂടെ കാണിച്ചു തന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്ത് ഒന്ന് പറയാം, നമ്മളൊരു സ്കിൻ കെയർ, ഒരു പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 days ആണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം ബ്രൈഡ്സിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേഗം ഒന്ന് സ്കിന്നൊന്ന് ഫെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3 days സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പം അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ. പൊട്ടറ്റോയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിൽ ഇഷ്ടംപോലെ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഒന്ന് മാറ്റിക്കൊണ്ട് വരാനും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിൾസ് എല്ലാം ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാർച്ച് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്തത് പൊട്ടറ്റോയും അതിൻ്റെ കൂടെ അലോവേര ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ സെക്കൻഡ് ഡേയിൽ പൊട്ടറ്റോയും തൈരും കൂടെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു അരമുറി പൊട്ടറ്റോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വലുതല്ല, ചെറിയതിൻ്റെ അരമുറിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് അതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ശേഷം വെച്ചു. ആ സ്റ്റാർച്ച് അതിൻ്റെ അടിയിലൊന്ന് അടിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഈ 3 ഫേസ് പാക്കിലെ ഏത് പാക്കാണെങ്കിലും അടിപൊളിയാണ്, നല്ലതാണ് കേട്ടോ. സിൻസിയറായിട്ട് പറയുകയാണ്, നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫേസ് പാക്കിലേക്ക് വേണ്ടത് ഒന്ന് നമ്മുടെ പൊട്ടറ്റോ തന്നെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലൈം ഉണ്ടല്ലോ, നമ്മുടെ നാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഞാൻ അരമുറി ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഒരു സ്പൂൺ വെള്ളവും മതി നമുക്ക് ചെറുനാരങ്ങയുടെ നീര്. അപ്പം ചെറുനാരങ്ങ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കുക്കുംബർ എടുത്താലും മതി. ഇപ്പോൾ കുക്കുംബറിന് ആയാലും മതി. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് അഭിപ്രായം എന്തായാലും ഒന്ന് പറയണേ. അപ്പം നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഈ വെള്ളം, ഇതാ സ്റ്റാർച്ച് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർച്ച് മാത്രം മതി, ഇതിൻ്റെ വെള്ളം വേണ്ട. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം. അപ്പോൾ ദേ സ്റ്റാർച്ചൊക്കെ ഊറ്റിയെടുത്തു. ദേ സ്റ്റാർച്ച് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദേ ഇത് മതി, ഇത് ബെസ്റ്റ് സാധനമാണ്. ഇത് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് മാത്രം മതി. അപ്പം നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ലൈം ജ്യൂസ് ഒരു ശകലം മതി കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഒരു ശകലം മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ. നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ. വേഗം തന്നെ നമുക്ക് ഉണങ്ങും. അതുകൊണ്ട് വേഗം തന്നെ നമ്മളിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവേ. കാരണം ഒരു തരത്തിലുള്ള കെമിക്കലും ഇതിൽ ചേരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റുമൊക്കെ ഇട്ട് കൊടുക്കാം. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാം. കഴുത്തിലെ കറുത്ത പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റാർച്ച് തീർന്നു കേട്ടോ.
അതേ പറയുന്നതിനകം ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ട്, പെട്ടെന്ന് ഇതങ്ങ് ഡ്രൈ ആവും. നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. നോർമൽ വാട്ടർ ഉണ്ടല്ലോ, അതിൽ വാഷ് ചെയ്താൽ മതി. പിന്നെ കണ്ടോ, നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ 3 ദിവസത്തെയും ഒന്ന് കയറി ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ മെനക്കെടാണ് കേട്ടോ. കുറച്ചൊക്കെ മെനക്കെട്ടാൽ മാത്രമേ നമുക്ക് എനിക്ക് വേറൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഭയങ്കര മടിച്ചാണ്. പക്ഷേ എനിക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് കളഞ്ഞെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയത്. പക്ഷേ ചെയ്ത് നോക്കിയപ്പം സംഭവം സക്സസ് ആയി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, വേഗം തന്നെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ്. അപ്പോൾ രാത്രിയിലായാലും നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് രാത്രിയിലായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു പൊട്ടറ്റോ എടുക്കുക, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് സ്റ്റാർച്ച് അത് വേഗം തന്നെ അടിഞ്ഞും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ അലോവേരയോ തൈരോ അതല്ലെങ്കിൽ പാലോ എന്തായാലും അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് തോനെയൊന്നും വേണ്ട, ഒരുപാട് നേരം ഇരിക്കുകയും വേണ്ട, ഒരു 15 to 20 മിനിറ്റ് മാത്രം മതി. നമുക്ക് ഒന്ന് മാറ്റി വെച്ചൂടെ, നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടല്ലേ, ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി. റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നമുക്ക് മാറും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നമ്മുടെ ചാനലിൽ വന്ന് അറിയിക്കുകയും ചെയ്യാം. അതെ, ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്തോ, അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തോളാം. അതെ, നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് ഒന്നുകിൽ വെറ്റ് വൈപ്സ് വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഇട്ട് തരാം. അപ്പോൾ അതേ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതേ നോക്കിയേ, എന്തായാലും നമ്മളിത് ഒരാഴ്ച അടുപ്പിച്ച് തേക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ ഞാൻ കാണിച്ച പരിപാടി കേട്ടോ, അതുകൊണ്ട് അത് നിങ്ങൾ വലിയ മൈൻഡ് ചെയ്യണ്ട. അത് നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോകും. അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഡേ 3 ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ 3 ഡേയിലും ഞാൻ കാണിച്ച വീഡിയോസ് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചാലഞ്ച് അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.